കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ, അതായത് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഓൺ പ്രോഫിറ്റ് ഏൺ ആൻഡ് ലോസ് സഫേർഡ് ബൈ ദി ബിസിനസ്. അതായത് അക്കൗണ്ടിങ് വന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും. അതിനെയാണ് നമ്മൾ പ്രൊവൈഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ആയാലും അതിനെപ്പറ്റി പറയും, പ്രോഫിറ്റ് ആണെങ്കിൽ അത്, കാരണം നമുക്ക് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ നോക്കിയാലാണ് കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അസർട്ടൈനിങ് വെച്ചാൽ ഉറപ്പിക്കുന്നു. അസർട്ടൈനിങ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാത്തിനും നമ്മളുടെ ഫിനാൻഷ്യലിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും, പറഞ്ഞു തരും. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ദി ബിസിനസ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അക്കൗണ്ടിങ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് ഉള്ളതെന്ന് അക്കൗണ്ടിങ് ആണ് സഹായിക്കുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഇപ്പോൾ നമുക്ക് കമ്പനിയുടെ അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ടെന്ന് അക്കൗണ്ട്സിൽ, അതായത് ബാലൻസ് ഷീറ്റിൽ നോക്കിയാലാണ് അറിയാൻ പറ്റത്തുള്ളൂ. അതിനെ നമ്മളെ സഹായിക്കുന്നത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിൻ്റെ ഇതിലാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ ഈസ് പോസിബിൾ. എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും, ഡേറ്റ ഒക്കെ പോസിബിളാണ്. അപ്പോൾ നമുക്കതിൻ്റെ നോക്കാം. അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൾച്ചർ റെഫറൻസ്. എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റമാറ്റിക്, അതായത് അതായത് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്ങിന് വന്നിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഓരോ ഡേറ്റ് വൈസും ഓരോ എൻട്രി പോലും മിസ്സാക്കാണ്ട് അതാത് സ്ഥാനത്ത് കറക്റ്റായിട്ടൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നാലാമത്തെ, ആക്ട് ആസ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഇൻഫോർമേഷൻ്റെ സിസ്റ്റം ആയിട്ട് നമുക്കിങ്ങനെ ആക്ട് ആവും. എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് നെസസറി ഇൻഫോർമേഷൻ ടു ദ ഇൻട്രസ്റ്റഡ് യൂസർ. എന്ന് വെച്ചാൽ ആരൊക്കെയാണോ നമുക്ക് ഇൻട്രസ്റ്റഡ് യൂസറായിട്ട് വരുന്നത് അവർക്കെല്ലാം നെസസറി ഇൻഫോർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മാനേജേഴ്സിന് എന്താണോ അതുപോലെയൊക്കെ നമുക്ക് അക്കൗണ്ട്സിൽ നോക്കിയായിട്ട് കിട്ടി. ഇപ്പോൾ ആരെങ്കിലും ഫിനാൻഷ്യൽ മാനേജർ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻസിൻ്റെ കാര്യം അറിയേണ്ടത്, എങ്ങോട്ട് പോയി എന്ത് പോയി, അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അക്കൗണ്ട്സിൽ നിന്ന് ലഭിക്കും. അടുത്തത്, ബെനിഫിറ്റ് ടു ദ ഡിഫറെൻറ്റ് യൂസർ. എന്ന് വെച്ചാൽ പല യൂസർക്കും ഇത് ബെനിഫിറ്റ് ആയിരിക്കും. പലർക്കും നമ്മുടെ ഈ അക്കൗണ്ട്സ് കൊണ്ട് ഉപകാരമാവും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പലർക്കും അത് വളരെ യൂസ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ 5 തരം അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ അക്കൗണ്ടിൽ വരുന്ന 5 തരം അഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചോദിക്കാവുന്നതാണ്. കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. പിന്നെ ഇത് കൂടുതലായിട്ടും അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ റിപ്ലൈ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 ചാനൽ കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ഞാൻ മോട്ടിവേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറിൻ്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ പറയുക. സോ അപ്പോൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ ആ നമ്പറൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. അത് ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടിയൊക്കെ ഒന്ന് പറയുക ഇങ്ങനെയൊക്കെ ചാനലൊക്കെ ഉണ്ടെന്നും. സോ അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.
സോ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.